കിളിക്കൂട്ടിൽ 7 മുട്ട ഉണ്ടെന്ന്. അതെല്ലോ. എന്നിട്ടിപ്പോ അപ്പൂട്ടൻ പറയാ അതിൽ 5 ഉള്ളൂന്ന്. 7 ഉണ്ടായിരുന്നല്ലോ. 7 ഉണ്ടായിരുന്നില്ല, 5 ഉള്ളൂ. അപ്പൂട്ടൻ നുണ പറയാ. 7 ഉണ്ടാവും, അനിയേട്ടന് തെറ്റില്ല. 5 ഉള്ളൂ. അപ്പൊ ബാക്കി 2 എവിടെ? എനിക്കറിയില്ല. തർക്കം വേണ്ട, ഞാൻ കേറി നോക്കാലോ. 7 ഉണ്ടാവും, 5 കാണൂ. നമുക്ക് കാണാലോ. കാണാം. 1 2 3 4 5 6 7 7 ഉണ്ടല്ലോ. ഇപ്പോഴോ? അതെ, 2 അടിയില്ല. അത് അപ്പൂട്ടം കാണാഞ്ഞിട്ടാവും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കല്ലേ. ജനാധിപത്യത്തിന്റെ കാലാണ്. ക്ഷേത്രത്തിന്റെ നോക്കി നടത്തിപ്പുകൾ കോലോത്തിന് മാത്രമായിട്ട് വേണ്ട, ഒരു മേൽനോട്ടത്തിനൊരു കമ്മിറ്റിയോടെ ഇരുന്നോട്ടെ എന്ന് കരുതി അത്രയ്ക്കും കയറി ഭരിക്കാറായോ കുറുപ്പേ? പ്രസിഡന്റ് ആയാലും കമ്മിറ്റി ആയാലും ശരി, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോകാൻ പാരമ്പര്യമായിട്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇവിടെ. അത് തെറ്റിച്ചോളുള്ള ഒരു പരിഷ്കാരവും നമുക്ക് വേണ്ട. എന്താടാ എന്താടാ? ഈ ഒന്നുമില്ല. എന്തൊക്കെ പോക്കണങ്ങളാ കുട്ടാ നീ കാണിക്കണ്? കൊച്ചു കുട്ടികളുടെ പോലെ മരത്തിന്റെ മുകളിലാ കളി. ഹായ്, നിന്റെ ജന്മം എന്താ? വാനരവർഗത്തിലാ? കൈ നൂർത്തി ഒന്ന് തരാന്ന് വെച്ചാല് ഒന്നിനോളം വളർന്നു പോയില്ലേ? നിന്റെ ഓരോ പ്രവൃത്തികൾ കാരണം 4 ആളുടെ മുമ്പിൽ നാണം കിടുക ഇപ്പൊ എന്റെ വിധിയായിരിക്കുന്നു. കഷ്ടം. ഇങ്ങനെയുണ്ടോ ഒരു ജന്മം? നടക്കണോ നായരെ? എന്തിനാ ചിരിച്ചേ? ഓണോന്ന് വെച്ചിട്ടില്ല അനിയേട്ടാ, അറിയാണ്ട് ചിരി പൊട്ടിപ്പോയതാ. ഏയ് സാരമില്ല. ഏട്ടന്റെ ശകാരം കേട്ട് കേട്ട് എനിക്ക് നല്ല ശീലായിരിക്കുന്നു. വാ. അവധി തീർന്നു. നാളെ കഴിഞ്ഞ് പുലർച്ചയ്ക്ക് ഞാൻ പോവും. അടുത്ത ഉത്സവത്തിന് മുമ്പ് വരില്ലേ? വരാണ്ട് പിന്നെ. കൊടി കയറുമ്പോ മാധവൻകുട്ടി എത്തിയിട്ടുണ്ടാവും. പിന്നെ എല്ലാ തവണത്തെയും പോലല്ല ഇത്തവണത്തെ പോക്ക്. എന്താ വിശേഷമുണ്ട്, പറയാ കേക്കട്ടെ. പറഞ്ഞിട്ടറിയണ്ട, താനേ അറിയുന്ന അതിന്റെ രസം. ചിലപ്പോ അത് അറിയുമ്പോ നാട്ടുകാർ മുഴുവൻ എന്നെ വെറുക്കും, ശപിക്കും. പക്ഷെ ആരൊക്കെ ശപിച്ചാലും അനിയനി മാധവൻകുട്ടി തള്ളി പറയില്ല, ഇല്ലേ? ഏയ്, മാധവൻകുട്ടിയെ ഞാൻ എങ്ങനെ തള്ളി പറയാ? നല്ല കഥയായി. അത് മതി. വരട്ടെ. തമ്പ്രാട്ടി, അടിയത്തങ്ങളുടെ കടപ്പാടമാണ് പൊളിച്ചു മാറ്റണത്. കാരത്തമ്പ്രാന് ചായപ്പ് കെട്ടാൻ ഈ മാസം കൊണ്ട് കഴിഞ്ഞിട്ട് അടിയത്തങ്ങള് തെക്കേ തലക്കിൽ കുടില് കെട്ടി മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല. വല്യപ്പുറം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കാരത്തമ്പ്രാൻ കുടില് പൊളിച്ചു മാറ്റിയാണ്. നിന്ന നിപ്പിൽ ഇങ്ങനെ ഇറക്കി വിട്ടാൽ അടിയത്തിങ്ങളെ എവിടെ പോകാൻ തമ്പ്രാട്ടി? നീ പറയണ ശരിയാ, പക്ഷേ ഏട്ടൻ തമ്പുരാൻ ഇവിടെ ഇല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഏട്ടനല്ലേ ഇപ്പോഴും ഇവിടെ ഇല്ലാതുള്ളൂ, ഞാനുണ്ടല്ലോ. ഈ പാവത്തങ്ങളെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പങ്കുണ്ണി ആര് കേമനാവണ്ട. വരിക. ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ഇത് മറ്റു കളിച്ചോണ്ടിരുന്നാ പറ്റില്ല. നിർത്താനാണ് പറഞ്ഞത്. അനിയൻ തമ്പുരാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടണേ? കാര്യം ഉണ്ടായിട്ട് തന്നെ. ഏട്ടൻ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. അറിയാം. എന്നാൽ ഇപ്പോ അനിയൻ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് ഇതങ്ങോട്ട് നിർത്തിവെച്ചോളൂ. ഇറങ്ങി പോരടാ. ഞാനൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാല് അത് വിലക്കാനും വേണ്ടാന്ന് വെപ്പിക്കാനും നീ ആരാ ഇവിടെ? നീ ആരാന്ന്? പങ്കുണിയരെ ചെല്ല്, ചെന്ന് ഇന്നേരം ആ കുടിൽ പൊളിച്ചു മാറ്റി അവറ്റെ ഇറക്കി വിട്. ആരാ വിലക്കാനെന്ന് എനിക്കൊന്ന് അറിയണം. ഏട്ടാ, ഒരക്ഷരം മിണ്ടണ്ട, പോകത്ത്. ഞാൻ ഈ കോവിലകത്ത് ആരുമല്ലേ കല്യാണി അമ്മേ? തമ്പുരാട്ടി വിശേഷം അറിഞ്ഞോ? ഉണ്ണികൃഷ്ണ പൊതുവാളിന്റെ കൊച്ചുമോളില്ലേ, അമ്പലനടക്കില് കൊട്ടിപ്പാടുന്ന ആ രാജന്റെ പെങ്ങള് ഇന്ദിര.
കല്യാണപ്രായം കഴിഞ്ഞിട്ടും ആരും വരാണ്ട് മൂത്ത് നിൽക്കണ ഒരു കോത. വലിയ അടക്കോ ഒതുക്കമുള്ള കുട്ടിയാണെന്നാണല്ലോ ഇവിടെ ചിലരുടെ ധാരണ. നീ കാര്യം എന്താണെന്ന് പറ ഊർമിളെ. ആ കുട്ടി പുറപ്പെട്ടു പോയി. അവള് വല്ല വിഷം വാങ്ങി തിന്നെ പുഴയെ ചാടി ചാവുക ചെയ്തിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിലെ സകലരുടെയും മുഖത്ത് കരിവാരി തേച്ചേച്ച് പോയിരിക്കണു ദ്രോഹി. ഉരുപ്പെട്ടവള് ഗുണം പിടിക്കൂല, കണ്ടോ? മാധവൻകുട്ടി പോകണതിന് മുമ്പ് തിരിച്ചുപോക്കിനൊരു വിശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ അനിയനത് എന്നോട് പറയാതിരുന്നേ? വിശേഷമേ പറഞ്ഞുള്ളൂ, അത് ഇതാവുന്ന് ഞാനുണ്ട് അറിയണു. പക്ഷെ ഒന്നുണ്ട് കേട്ടോ രാജ, മാധവൻകുട്ടി ദുഷ്ടനല്ല. ഇന്നലേക്ക് ഇതൊരു രക്ഷയാവുന്ന എനിക്ക് തോന്നണ. അനിയനത് പറയാം. ഇറങ്ങിപ്പോയത് എന്റെ ഉടപ്പിറന്നോളല്ലേ? നാണക്കേട് എന്റെ കുടുംബത്തിനും. അതുകൊണ്ടല്ല രാജ, ഇങ്ങനെ വല്ലതും അല്ലാണ്ട് ഇന്നലെ നേരാവണ്ണം അയക്കാൻ ഇവിടുത്തെ ചുറ്റുപാടില് കഴിയായിരുന്നോ? ഇല്ലല്ലോ. സഹതപിച്ചില്ലെങ്കിലും വേണ്ട, അനിയനൊരു സഹായം ചെയ്യണം. പുണ്ണിലിട്ട് കുത്തുന്ന വർത്തമാനം പറയരുത്. ഇനി ഇതിന്റെ പേരിൽ കരപ്രമാണിമാർ ചേർന്ന് അമ്പലത്തിൽ പാടുന്നതിൽ നിന്നും വിലക്കുമോ ഈശ്വര? എങ്കിൽ പിന്നെ മുഴുപട്ടിണി തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അവനവനുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. അല്ലാണ്ട് അത് സംഭവിച്ച ആൾക്ക് എന്താ ഉണ്ടാവുക, അയാളുടെ നില എന്താവും, അത് ആലോചിക്കാൻ ആർക്കും വയ്യ. എനിക്ക് മാത്രം അതിന് കഴിയണില്ല. ചിലപ്പോ അത് തന്നെയാവും എന്റെ തരക്കേട്. ഇല്ല ഉണ്ണി, ഈ മനസ്സിന്റെ ഒരു നേരുണ്ടല്ലോ, അതാണ് ശരി. അത് നഷ്ടപ്പെടാണ്ട് നോക്കിയാ മതി. ഏട്ടൻ വിളിച്ചോ? ആ കുട്ടൻ വരിക, അങ്ങോട്ട് ഇരിക്കുക. ആ കസാര ഉണ്ട് എടുക്കുക. ഇന്നെന്താ എങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ സമയാവണല്ലേ ഉള്ളൂ. കുട്ടൻ ഏഴായിട്ടൊന്നും മെലിഞ്ഞുണ്ടോ ഇല്ലടോ പങ്ങണിയരെ? ഇല്ല, വെറുതെ തോന്നണതാവും. സ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. ആ അത് ശരിയാ. പിന്നെ കുട്ടാ, തേങ്ങാക്കാരന്റെ അടുത്തുള്ള പറ്റ് കൂടുതലായി. അവിടെ ഇവിടെയായിട്ട് അല്ലറ ചില്ലറ ബാധ്യതകൾ വേറെ. അതങ്ങനെ കിടക്കുന്നത് നമ്മുടെ സ്ഥിതിക്ക് ചേർന്നതല്ല. ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാന്ന് വെച്ചു. താഴത്തെ പറമ്പിനോട് ചേർന്ന് കിടക്കണ ആ പാടല്ലേ, വലിയ അനുഭവമൊന്നുമില്ലാത്ത മണ്ണാ. തെക്കത്തെ മമ്മോജി നല്ല വിലക്കെടുക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എനിക്കും തോന്നി. ബാധ്യതകൾ അങ്ങ് ഒഴിവാകുമല്ലോ. ആ പ്രമാണം ഒന്ന് എഴുതി കൊടുക്കണം. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോവാം. എന്താ കുട്ടന്റെ അഭിപ്രായം? എന്താ വേണ്ടിയെന്ന് ഏട്ടൻ പറഞ്ഞാ മതി. ഒരു വശത്ത് ഓരോന്നോരോന്നായി ജീർണിക്കുന്നു, മറുവശത്ത് മുതലുകൾ ഒന്നൊന്നായി വിൽക്കുകയും. എന്റെ ഭഗവാനെ, എങ്ങനെയിരുന്ന കോവിലകമാണിത്! വല്യമ്മാവന്റെ കാലത്ത് 9 ആനകളെ ഒന്നിച്ചെഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് ഈ മുറ്റത്ത്. ഒക്കെ ശരി തന്നെ. എന്നാലും വസ്തുക്കൾ വിൽക്കേണ്ടി വരുമ്പോ എനിക്ക് സന്തോഷാണ് കല്യാണിയമ്മേ. പ്രമാണത്തിൽ ഒപ്പിടണമല്ലോ. അപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് വരുന്നുണ്ടല്ലോ, അത് മതി. ഉണ്ണി, ചരണനളിന വിനിവേശം ഇസലയ ശയനതലേ കരകമലേന കരോമി ചരണമകം. ഞാൻ പോവുകയാണ് അനിയ. എവിടേക്ക്? അറിയില്ല, ഒന്നിനും ഒരു തീർച്ചയില്ല. നാട് വിടുന്നു, എവിടേക്കുന്നില്ലാതെ. എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. അതില്ലെങ്കിൽ അറിഞ്ഞൂടാ. താൻ പോയാ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ? പട്ടിണിയും പങ്കപ്പാടൊക്കെ അവർക്ക് നല്ല ശീലമായി കഴിഞ്ഞു. അതിൽ കവിഞ്ഞിനി എന്ത് വരാനാണ് എന്നെയാ? തോളപ്പുള്ള ഒരിടത്തുനിന്നും വേണ്ട. അതിന് എന്റെ ബന്ധമുണ്ടല്ലോ. നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും താഴ്ന്ന നിലയുള്ളവരായിരിക്കണം. ചോദ്യം ചെയ്യണ വർഗ്ഗവരുത്. വിളിച്ചാൽ ചൊൽപ്പുറത്ത് ഉണ്ടാവുകയും വേണം. മനസ്സിലിരിക്കുന്ന ഒരു ആലോചനയും ഇങ്ങനെയൊക്കെ തന്നെയാ.
പഴയ സ്ഥാനി നായന്മാര്. ഇപ്പൊ ഒക്കെ ക്ഷയിച്ചു. അച്ഛൻ പഴയ ഒരു സ്കൂൾ മാഷാ. കോൺഗ്രസും രാജ്യസ്നേഹവും പറഞ്ഞു നടന്ന് ജീവിക്കാൻ മറന്നുപോയൊരു ശുദ്ധൻ. തള്ളയില്ല. 3 പെൺകുട്ടികളുള്ളതിൽ മൂത്തതാ ആള്. ഡിഗ്രി 2ാം വർഷം വരെ പഠിച്ചു. മുട്ടു വന്നപ്പോ അതും മുടങ്ങി. നടക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചൊൽപ്പടിക്ക് നിന്നോളൂ. പിന്നെ അവറ്റങ്ങൾക്കും അതൊരു സഹായമാവും. കേട്ടിടത്തോളം തെറ്റില്ല. വൈകണ്ട. എനിക്കോ സന്തതി പറഞ്ഞിട്ടില്ല. കോവിലത് അന്യം നിൽക്കാൻ പാടില്ലല്ലോ. എനിക്ക് വയ്യ കല്യാണി അമ്മ. എന്താ ഇപ്പൊ വയ്യാഞ്ഞിട്ട്? വയ്യാഞ്ഞിട്ട് തന്നെ. ആദ്യമൊന്നും അല്ലല്ലോ ഇത്. എല്ലാരും കൂടെ നിർബന്ധിച്ച് എഴുന്നള്ളി പോവും, കാണും. വിരോധം ഇല്ലാന്ന് തോന്നിയിട്ട് തിരിച്ചു വരും. പിന്നെ കേൾക്കാം കുട്ടിയുടെ ആൾക്കാർക്ക് പിടിച്ചില്ല എന്ന്. നാണം കെടാൻ എനിക്കിനി വയ്യ, അത്ര തന്നെ. ഇക്കുറി അങ്ങനെയല്ല ഉണ്ണി. ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കറിയാം. ഉണ്ണി പോയി ആളെ കാണും. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഉറപ്പിക്കേ വേണ്ടു. എന്നാലും കല്യാണി അമ്മ നോക്കുക, നല്ല കാര്യങ്ങൾ വരുമ്പോ ഇടം തിരിഞ്ഞു നിൽക്കരുത്. എപ്പോഴാന്ന് വെച്ചാ പോവാന്ന് ഏട്ടനോട് പറഞ്ഞോളൂ. ഞാൻ ക്ലാസ് വരെ പഠിപ്പുള്ളൂ. കുട്ടികളുടെ പ്രകൃതാണ്. ഒന്നിനൊരു പ്രാപ്തിയും വൈഭവവും ഇല്ല. വേണ്ട മോളെ, നമുക്കിത് വേണ്ട. അച്ഛൻ എന്തെങ്കിലും ഉപായം പറഞ്ഞൊഴിഞ്ഞോളാം. എന്നിട്ടോ അച്ഛാ, ഒരു കുറ്റവും കുറവില്ലാത്ത വേറെ ഏത് രാജകുമാരനെയാണ് അച്ഛൻ എനിക്ക് വേണ്ടി തേടിക്കൊണ്ടുവരിക? മോളെ, സാരില്ല അച്ഛാ, വിധി നമ്മൾ ആരും നിശ്ചയിക്കണതല്ലോ. ഒരാളെങ്കിലും രക്ഷപ്പെട്ടോന്ന് അച്ഛൻ ആശ്വസിക്കാലോ. എനിക്ക് സമ്മതമാണ് അച്ഛാ. ആളെ കാണണമെന്ന് തന്നെയില്ല എന്ന് പറഞ്ഞാ പറ്റുമോ മാഷേ? കുട്ടിയെ ഞങ്ങൾക്ക് ഒന്ന് കാണണ്ടേ? അതിനൊക്കെ പ്രധാനമായിട്ട് അനിയൻ തമ്പുരാനൊന്ന് കാണണ്ടേ? ആവാലോ. മോളെ കാർത്തികേ, കാർത്തിക എവിടെയാ പഠിച്ചിരുന്നത്? കേരളവർമ്മ കോളേജിൽ. എന്തായിരുന്നു വിഷയം? മലയാളം. മുഴുമിപ്പിച്ചില്ല അല്ലേ? കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടായപ്പോ നിർത്തി. അനിയൻ തമ്പുരാൻ എന്തെങ്കിലും ചോദിക്കാണ്ട് വെച്ചാല്. കുട്ടൻ എന്ത് ചോദിക്കാനാടോ? അല്ല, ഒന്നുമില്ല. എന്നാലും ഇപ്പോഴത്തെ കാലല്ലേ. അതിനെന്താ, ചോദിച്ചോട്ടെ. ഞാൻ ഇല്ല, ഒന്നുമില്ല. 2-3 ചോദ്യങ്ങൾ കരുതി വന്നേർന്നു. അത് തന്നെ ഏട്ടൻ ചോദിച്ചത്. ഇനി ഒരു വട്ടം കൂടെ ആവർത്തിക്കാച്ച മുഷിയും. വേറെ ചോദ്യങ്ങൾ കരുതിയിട്ടുമില്ല. വേണ്ട. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ മാഷേ. ഏറ്റവും അടുത്തൊരു നല്ല ദിവസം നോക്കി മുഹൂർത്തം നിശ്ചയിച്ചോളൂ. എന്താ ഈ കാട്ടിയത്? ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ. ഞാൻ കരുതിയായിരുന്നു പഠിപ്പുള്ള ആളാവുമ്പോ ഇങ്ങനൊന്നും അല്ലെന്നാണ്. പുതിയ ഒരു കൂട്ടം സമ്പ്രദായങ്ങളുണ്ടല്ലോ. അല്ല, പുതിയ സമ്പ്രദായങ്ങളെന്ന് പറയുമ്പോ എനിക്കൊരു നിശ്ചയമില്ല, കുട്ടിക്കും കാണില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ രണ്ടാളും നടാടെ അല്ലേ കല്യാണം കഴിച്ചത്? ഇനി വേറൊന്ന് ചോദിക്കാം. കുട്ടിക്ക് മുഷീനില്ലല്ലോ. കടങ്കഥകളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കട്ടെ? കിലുകിലുക്കും കിക്കിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താ പറയാ? അറിയില്ല. ഹൈ, താക്കോൽ. ഇനി വേറൊന്ന്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താ പറയാ? അറിയില്ല. അയ്യേ, കാലി കിടക്കണ ചെരുപ്പ്. ഇനി വേറൊന്ന് പറയാ. ഊരിയ വാൾ ഉറയിലിടും കാലം, പൊന്നിട്ട കത്തി പണയം തരാം. എന്താ പറയാ? അയ്യേ, പാല്. പശുവിന്റെ പാല്. ഉത്തരം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയാത്തത്. എനിക്കറിയാം. ഭർത്താവിന്റെ മുന്നിൽ തോറ്റു തരണത് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണാത്രേ. ഞാനും കേട്ടിട്ടുണ്ടേ. പണ്ട് രാജ്യഭാരം ഉള്ള കാലത്തായിരുന്നു വെച്ചാ
നമ്മുടെ കല്യാണം ഇങ്ങനൊന്നും ആയിരുന്നിരിക്കില്ല നടക്ക. നാട് മുഴുവൻ ഉത്സവമായിരിക്കും, നാട്ടാർക്ക് മുഴുവൻ സദ്യയും. രാജ്യഭാരം വെക്കോട്ടെ, ഉത്സവവും സദ്യയും ബാക്കി വെക്കായിരുന്നു അല്ലേ? എന്താ അഭിപ്രായം? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, രാജ്യഭാരം പോയാലുണ്ടായ വ്യത്യാസം ഞങ്ങൾക്കുണ്ടോ മനസ്സിലാവണം? ഹായ്, ഉത്തരം അസലായിട്ടുണ്ടെങ്കിലും ലേശം കട്ടിയായി പോയേ. പുലർച്ചെ ആയിന്നാ തോന്നണേ. ഒന്നുമില്ലാച്ചാലും സങ്കോചം വിട്ട് സംസാരിക്കാന്നല്ലോ. ശങ്കയില്ലാണ്ട് ആ ശബ്ദം ഒന്ന് കേൾക്കുകയും ചെയ്തു. ഒരാദ്യ രാത്രി കൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളാണേ.